എത്രയും പെട്ടെന്ന് ഹരിയും സുപ്രിയയും തമ്മിലുള്ള കല്യാണം നടത്തണമെന്ന് ജലജ രവികുമാറിനോട്. മകളോട് കാര്യമന്വേഷിക്കുന്ന രവികുമാർ. ഉദയന് ഫോൺ ചെയ്യുന്ന പ്രതാപവർമ്മ. ഉദയന്റെ അടുത്ത ദിവസങ്ങളിലെ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുന്നു. നന്ദനെയും ഉദയനും ഒന്നിച്ചുള്ള യാത്ര മനസ്സിലാക്കുന്ന പ്രതാപവർമ്മ അവരെ അന്ന് കൊല ചെയ്യാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നു. യതീന്ദ്രൻ ബാബുജിയുടെ ഓഫീസിലെത്തുന്നു. ഉദയനും നന്ദനെയും ഒന്നിച്ചുള്ള യാത്രാ ദിവസത്തെപ്പറ്റി പറയുന്നു. ആ ദിവസം തന്നെ അവരെ കൊല ചെയ്യണമെന്ന് യതീന്ദ്രൻ ബാബുജിയോട്. ഉദയന്റെയും നന്ദനയുടെയും ഫോട്ടോ കൊടുക്കുന്ന യതീന്ദ്രൻ പ്രതാപവർമ്മ കാണിക്കുന്ന ഫോട്ടോയും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. എറണാകുളം യാത്രയ്ക്കുള്ള പുറപ്പാടുമായി നന്ദനയും ഉദയനും. ഇനി തുടർന്ന് കാണുക. മുമ്പായിരുന്നെങ്കിൽ മരിക്കാൻ മടിയില്ലായിരുന്നു. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് മരിച്ചെങ്കിലെന്ന്. പലപ്പോഴും വെച്ചാ അവഗണിക്കപ്പെട്ടപ്പോ, ഒഴിവാക്കപ്പെട്ടപ്പോ, മനസ്സിലാവുന്നില്ലെന്ന് തോന്നിയപ്പോ സത്യമായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് അവസാനിച്ചെങ്കിലെന്ന്. ഇപ്പോഴും ആ ആഗ്രഹം മനസ്സിലുണ്ടോ? ഒരിക്കലും അവസാനിക്കരുതെന്നാ ഇപ്പോഴത്തെ ആഗ്രഹം. കാരണം പറയൂ. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ കാരണത്തിന്റെ അടുത്താ ഞാനിപ്പോ നിൽക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സൂയിസൈഡ് പോയിന്റിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്താ മനസ്സിൽ തോന്നുന്നത്? തിരിഞ്ഞു നോക്കാറായില്ലെന്നാണ് തോന്നുന്നത്. പുസ്തകം വായിച്ച് അവസാനത്തെ അധ്യായം കുറെ ആകുമ്പോഴാണ് കഴിഞ്ഞ അധ്യായങ്ങൾ ഒന്നുകൂടി മറിച്ചു നോക്കാൻ തോന്നുക. നമ്മൾ അവസാന അധ്യായത്തിൽ എത്തിയിട്ടില്ല, എത്തട്ടെ. അപ്പോൾ വായിച്ചു പിന്നിട്ട പേജുകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താം. എന്താ പോരെ? മതി, മുന്നോട്ട് പോണ്ട. വേണ്ട, എനിക്ക് പേടിയുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാതെ ആ വരികൾ മനസ്സിൽ വരും. ആത്മഹത്യാ മുനമ്പ് എത്തുന്നതിന് മുൻപ് ഓർക്കുക, ഇത് നമ്മൾ തന്നെ അന്ത്യദേശാടനം. തിരിച്ചു പോവാം. ഓ, നടന്നോളൂ. എയറൊന്ന് ചെക്ക് ചെയ്യൂ. ഇതെന്താ ഈ വഴിക്ക്? ഞങ്ങള് സൂയിസൈഡ് പോയിന്റ് വരെ പോയിട്ട് വരാ. അപ്പൊ പേടിക്കണ്ട. അതെന്താ? സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നവരെ സൂക്ഷിച്ചാൽ മതിയല്ലോ. ഓ, അങ്ങനെ. ഓഫീസിൽ പോവാതെ മുങ്ങി നടക്കാൻ തോന്നല്ലോ. ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രയാ. 1-2 ഇൻസ്പെക്ഷൻ ഉണ്ട്. അറിഞ്ഞോ, ഒരു വിശേഷമുണ്ട്. എന്താ? നേരിട്ട് പറഞ്ഞു. എന്റെ കല്യാണം ഫിക്സ് ചെയ്തു. ആ, അങ്ങനെ ഒടുവിൽ തീരുമാനമായി. വരുന്ന മാസം 21-ാം തീയതി. രണ്ടുപേരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ഇങ്ങനെ വഴിയിൽ വെച്ച് ക്ഷണിച്ചാ ഞങ്ങൾ കല്യാണം കൂടെ ഉണ്ടാവില്ല. വീട്ടിൽ വന്ന് ക്ഷണക്കത്ത് നിന്ന് വിളിക്കണം. തീർച്ചയായും. ഏയ്, വെറുതെ പറഞ്ഞ കേട്ടോ. ഡേറ്റും സമയം ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചാൽ മതി. അത് പറ്റില്ല, ഞാൻ നേരിട്ട് വരുന്നുണ്ട്. പിന്നെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ? അടുത്തെങ്ങാനും പോലെ യാത്രയുണ്ടോ? ഇപ്പൊ യാത്രയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴാ പോണ്ടി വരാന്ന് അറിയില്ലല്ലോ. നമുക്ക് ഓരോ കപ്പ് കാപ്പി കുടിച്ചാലോ?
ഇനി ഒരിക്കലാവട്ടെ. ഞങ്ങൾ അല്പം തിരക്കില്ല. എറണാകുളത്ത് പോകണം. നാളെ ഒരു നാടകം സ്റ്റേജ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫൈനൽ റിഹേഴ്സലാ. ഓ, നാടകം കാണാൻ വരുന്നുണ്ടോ? നാളെ അല്ലേ? നോക്കട്ടെ. വരാൻ മാക്സിമം ട്രൈ ചെയ്യൂ. ശരി. പോട്ടെ. ആ ഹരിപ്രസാദ്, കല്യാണത്തിന് എന്റെ വക അഡ്വാൻസ് ഗ്രീറ്റിംഗ്സ്. ഇനി സമയമുണ്ടല്ലോ. എന്നാലും ഒരു ആശംസ കടന്നോട്ടെ. പിന്നീട് തരാൻ പറ്റിയില്ലെങ്കിലോ? ഓക്കെ, ബൈ. ശരി. ആ ബാബുജി, പറഞ്ഞ പോയിന്റ് കഴിഞ്ഞ് പാർട്ടി നീങ്ങിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഉണ്ട്. അതെ, അത് തന്നെ. KL01Y 4324 റെഡ് കളർ ഇന്നോവ. അതെ, അത് തന്നെ. ശരി ബാബുജി. അതെ, ഇന്നെന്താ വിളക്ക് വെച്ചപ്പോ പതിവില്ലാത്തൊരു പ്രാർത്ഥന? നീ എന്താ പ്രാർത്ഥിച്ചത്? നടത്താൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി നടത്തി തരണേന്ന് എല്ലാ ദൈവങ്ങളോടും പറഞ്ഞു. ഒരു മിസ്റ്റേക്ക് സംഭവിക്കരുതെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ഒരു ടെൻഷൻ. സമയമെടുക്കുന്തോറും എന്തോ ഒരു വല്ലായ്മ. ഒന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ഇതെന്ത് കഷ്ടം. നമുക്ക് ഈ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്താലോ? എന്താ എന്താ? കൊട്ടേഷൻ ടീമിനെ വിളിച്ച് ഒന്നും വേണ്ടാന്ന് പറയാം. ആരെയും കൊന്നിട്ട് നമുക്കൊന്നും നേടണ്ട കാർത്തികേ. എതിയായിട്ട് സീരിയസ് ആയിട്ട് പറയാണോ? അതേന്നേ. ദേ, ഇനി അങ്ങനെ വല്ലതും പറഞ്ഞാ നിങ്ങളെ ഞാൻ കൊല്ലും. എല്ലാം ഏർപ്പാട് ചെയ്ത് അഡ്വാൻസും കൊടുത്തു. എന്നിട്ട് 13 മണിക്കൂറിൽ ഒരു മാനസാന്തരം. കൊല്ലാനും മാത്രം എന്ത് തെറ്റാ ഉദയേട്ടനും നന്ദനും നമ്മളോട് ചെയ്തത്? വെറുതെ വിടാം നമുക്ക്. ഒരക്ഷരം ഇനി മിണ്ടി പോവരുത്. ആ കൊട്ടേഷൻകാരനെ ഇപ്പൊ പണി തുടങ്ങിയിട്ടുണ്ടാവും. തീരെ സഹിക്കുന്നില്ലെങ്കിലേ ദേ അവിടോട്ടിരുന്ന് കുറച്ചു നേരം നാമം ജപിക്ക്. മനുഷ്യനായാലേ കുറച്ചെങ്കിലും മനക്കെട്ടി വേണം. ഈ കുന്തത്തിന്റെ ചാർജും പോയല്ലോ. ആരെങ്കിലും വിളിച്ചോ പ്രതാപേട്ട? വിളിച്ചാ ഞാനിവിടെ എങ്ങനെ വെറുതെ നിൽക്കുവോ? അപ്പൊ പുറപ്പെടില്ലേ?
എന്താ ലേറ്റ് ആവുന്നത്? ഇനി എന്തെങ്കിലും തടസ്സമുണ്ടോ? ആ കരിനാക്കുകൊണ്ട് ഓ ആ നല്ല നാക്കുകൊണ്ട് അശുഭവർത്താനം പറയല് പ്രതിഭേ, ഒരു തടസ്സം ഉണ്ടാവില്ല. അത്ര നല്ല ഡീസന്റ് പാർട്ടികളെയാ കൊട്ടേഷന് ഞാൻ ഏൽപ്പിച്ചിരിക്കണത്. എന്നാലേ ഞാൻ ഒന്നുകൂടെ അങ്ങ് ഒരുങ്ങട്ടെ. എന്തോത്തിന്? അപകട വിവരം അറിഞ്ഞാലേ നിങ്ങളുടെ കൂടെ വരാനുള്ളതല്ലേ. പ്രതിഭയോ? എന്തോന്നാ രഘുനാഥ ഇത്? പ്രതിഭയുടെ മട്ടും ഭാവം കണ്ടാ തോന്നും നമ്മള് നന്ദനയുടെയും ഉദയന്റെയും കല്യാണം കൂടാൻ വന്നതാണെന്ന്. എന്റെ പ്രതിഭയെ, ആക്സിഡന്റില് അവരെ കെട്ടിയെടുത്തു എന്നുള്ള വിവരം സ്ഥിരീകരിക്കാനാ ഇവിടെ വന്ന് നമ്മൾ റൂം എടുത്തിരിക്കണത്. അല്ലാണ്ടേ കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ടല്ല. നമ്മളിവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ഈ മുറി തന്നെ എടുത്തിട്ടുള്ളത് ആരുടെ പേരില? രഘുവേട്ടന്റെ പേരില്. അല്ല, നമ്മുടെ ആരുടെയും പേര് വിവരം ഇവിടെ ഒരു രേഖയിലും ഇല്ല. ചെറിയാൻ ജോസഫിന്റെ പേരില ഈ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ചെറിയാൻ ജോസഫോ? അതാരാ? ആർക്കറിയാം? അങ്ങനെ ഒരാള് ഉണ്ടോന്ന് പോലും ആർക്കും നിശ്ചയില്ല. അതെ, മുറി വാടക കൊടുത്തത് ഞാനാ. കൊടുക്കണല്ലോ. പിന്നെ ഇല്ലാത്ത ചെറിയാൻ ജോസഫ് നമുക്ക് വേണ്ടി പൈസ മുടക്കുവോ? യാതൊരുവിധ സംശയത്തിനും ഇടം കൊടുക്കാതെയാണ് നമ്മുടെ നീക്കങ്ങള്. ഉദയനെയും നന്ദനെയും കാത്തിരിക്കുന്നതേ അപകട മരണമാ. എന്ന് വെച്ച് നാളെ ഒരു സംശയത്തിന്റെ പേരിലേ അന്വേഷണം ഉണ്ടായിക്കൂടുന്നില്ല. പോലീസോ ക്രൈംബ്രാഞ്ചോ ഇനി CBI അന്വേഷിച്ചാലും നമ്മൾ കുടുങ്ങരുത്. അപ്പോ ഞാൻ വരണ്ടെന്നാണോ? ഞാൻ പറയാതെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഉദയന്നൂർ കോവിലകത്തിരിക്കേണ്ട പ്രതിഭ എന്തിന് തൃശ്ശൂര് വന്നിട്ട് അതും ഹോട്ടലിൽ റൂം എടുത്തു എന്ന് ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ എന്ത് മറുപടി പറയും? അതുകൊണ്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് ബോഡികൾ കാണാൻ വേണ്ടി വന്നാ മതി. പിന്നെ നാളേക്ക് വേറെയും കളർഫുൾ സാരികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഒരു തത്തപ്പച്ചയുണ്ട്, അത് മതി രഘുവേട്ടാ. അത് മതി, അത് മതി. എടുക്കേ. അതെ, നീ ഉദയന്നൂരിന്ന് വരുന്നതായിട്ട് അഭിനയിച്ചോളണം. എന്നാലുവേ സ്പോട്ടിൽ വെച്ച് എനിക്ക് ഉദയേട്ടനെ നന്ദനെയും അവസാനമായൊന്ന് കാണുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്തോളാം, നീ അത് കണ്ടാ മതി. ശരിയാ, തൽക്കാലേ നീ അതുകൊണ്ട് തൃപ്തിപ്പെടും. എന്നാലും കോളൊന്നും വരുന്നില്ലല്ലോ. റേഞ്ച് ഉണ്ടോ നോക്ക് പ്രതാപേട്ടാ. റേഞ്ചില്ലേ? ഫുൾ റേഞ്ച് ഉണ്ട്. സമയം പോകുന്നു, വിവരമൊന്നും അറിയുന്നില്ലല്ലോ. ഇപ്പൊ അങ്ങനെയായോ? മനസ്സിന്റെ ചാഞ്ചാട്ടമല്ലേ മാറിയോ? എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചു കയറാം. അങ്ങനെ ചിന്തിക്കേ. ആ ബാബുജി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അബദ്ധം ഒന്നും കാണിച്ചേക്കല്ലേ. ചിലപ്പോ പെട്ടുപോവാൻ ആ ഒരൊറ്റ ഫോൺ കോൾ മതി. സമയമാകുമ്പോ അവരിങ്ങോട്ട് വിളിച്ചോളൂ. എടുത്തു. ഹലോ 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 സ്റ്റാൻലി, നീ ഇന്ന് കടലിൽ പോണില്ലേ? സ്റ്റാൻലിയോ? എന്തോന്നാ? നീ ബോട്ടിൽ വരണില്ലെന്ന്. ആരാ? ഏതോ റോങ് നമ്പറാ. അയ്യോ, മറ്റേ ഫോട്ടോയോ? വടക്കുന്നാഥ. ഹലോ,
ഓപ്പറേഷൻ സക്സസ്. അതെയോ? കാറ് തവിടുപൊടിയായി. ഓ, KL01Y4324. ഭായി, അത് തന്നെയല്ലേ നമ്പര്? അതെ, റെഡ് ഇന്നോവ. ഉദയനും നന്ദനയും കാറിലുണ്ടായിരുന്നോ? പിന്നെ എവിടെ പോവാൻ? ഓ എന്റെ ഈശ്വര. ഹസ്ബൻഡും വൈഫും ഇപ്പൊ പരലോകത്തെത്തിക്കാണും. ഓൺ ദ സ്പോട്ടിൽ തീർന്നു ഉറപ്പാ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അപ്പൊ ബാക്കി തുക എത്തിച്ചിരിക്കും. ഞാൻ എൻ്റെ അനിയന്റെയും ഭാര്യയുടെയും ബാക്കി കാര്യങ്ങളിൽ ഒന്നിടപെട്ടോട്ടെ. മരിച്ചെങ്കിലും എൻ്റെ അനിയനും എൻ്റെ വിദ്യാഭാരതിയുടെ മോളെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ, എവിടെ വെച്ചായിരുന്നു ബായി ആക്സിഡന്റ്? മോസ്ക് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകലെ ആ പുതിയ ഹോസ്പിറ്റലിനടുത്ത്. ഓ, ഓക്കേ. ബാക്കി എമൗണ്ട് മറക്കണ്ട. അതൊക്കെ എത്തിക്കില്ലേ? ബായിയുടെ ഡ്രൈവർക്ക് പരിക്കൊന്നുമില്ലാലോ? ഇല്ല. എന്നാ താങ്ക്സ് ഉണ്ട് കേട്ടോ. ബായിയെ വടക്കുന്നാഥൻ അനുഗ്രഹിക്കട്ടെ. വലിയ ഉപകാര ബായി ഞങ്ങൾക്ക് ചെയ്തു തന്നത്. എന്താ പ്രതാപേട്ട, പണി തീർന്നോ? സമാപ്തം. എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു. ഹൈവേയിൽ, അതിനടുത്തുള്ള ഹോസ്പിറ്റലിൽ. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം. വേഗാവട്ടെ. ഞാൻ ഇവിടെ ഇരിക്കാനല്ലേ കുട്ടി പറഞ്ഞത്? വരൂ രഘുനാഥ. ആ, കാർ ആക്സിഡന്റ് ആയിട്ട് രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു ഭാര്യയും ഭർത്താവുമാണ്. അതെ. സീരിയസ് കേസാ. ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. നീ വാ. രക്ഷപ്പെടൂ. സംശയ. വാ, പെട്ടെന്നായിക്കോട്ടെ. ദേ കാർത്തികേ, ഇവരെന്താ ഇവിടെ? എന്താ പറ്റിയത് യതീന്ദ്ര? ഒരു ആക്സിഡന്റ്. പ്രതാപേട്ടൻ എന്താ ഇവിടെ? ഞാനും രഘുനാഥനും ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരികയായിരുന്നു. പെട്ടെന്ന് രഘുനാഥനും വയറിന് ഒരു അസ്വസ്ഥത. എന്നാ പിന്നെ BP ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഉദയേട്ടന് ഒരു ആക്സിഡന്റ്. എന്താ നീ പറഞ്ഞത്? ഉദയനും നന്ദനയും കൂടി ഒന്ന് തെളിച്ച് പറ കുട്ടി. നാടക റിഹേഴ്സലിന് മുമ്പ് ഹൈവേയിൽ വെച്ച് ഒന്ന് പിടിക്കുമെന്നേ. കൊണ്ടിരുത്തു. നന്ദനയും കാറിലുണ്ടായിരുന്നു. അയ്യോ എന്റെ കുഞ്ഞുങ്ങള്. ടിപ്പർ ലോറി ഇടിച്ചാണെന്ന് പറഞ്ഞത്. ടിപ്പർ ലോറി ഇടിച്ചാ പിന്നെ വല്ലതും ബാക്കി കിട്ടുമോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കലാണെന്ന് അറിവ്. ഈശ്വര, എന്റെ വടക്കുന്നാഥാ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. ഈശ്വര. സിസ്റ്റർ,
ഡോക്ടർ ഇപ്പൊ വരും, വിവരം പറയും. ഉദയനും നന്ദനയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ സിസ്റ്ററെ? കാര്യങ്ങളൊക്കെ. എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? പറ്റില്ല. അയ്യോ ഈശ്വരാ, എനിക്ക് നല്ല വാർത്തകൾ മാത്രം കേൾപ്പിക്കണേ ദൈവമേ. പ്രതാപേട്ട, രഘുനാഥന്റെ BP നോക്കണ്ടേ? ഇങ്ങനെ അത്യാവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് BP. എന്തായാലും ഇത് അറിഞ്ഞിട്ട് മതി. അത് മതി. എന്റെ ഈശ്വര, പോയി വിവരങ്ങൾ പറ. എന്റെ ഈശ്വര, ഒന്നും സംഭവിക്കല്ലേ. പറ. എന്തായാലും കൂട്ടാ, ഓപ്പറേഷൻ തിയേറ്ററിലാ, 2 പേരുണ്ട്. ഞങ്ങൾ പുറത്തു നിൽക്കുക. നിങ്ങൾ ബോഡി കണ്ടോ? ഇല്ല, മരിച്ചോന്നറിയില്ല പ്രതിഭേ. അവരെ കാണാൻ സമ്മതിച്ചിട്ടില്ല. എന്തായാലും രക്ഷപ്പെടുന്നില്ലല്ലോ അല്ലേ? അറിഞ്ഞൂടാ, ഞാൻ വിളിക്കാം. ശരി. രക്ഷപ്പെടാതിരുന്നാ മതിയായിരുന്നു ദൈവമേ.